എവ്രിവൺ, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. രാവിലെ ഓഫീസിൽ കയറിയപ്പം തന്നെ ഞാൻ കണ്ടൊരു ബോർഡ് കേട്ടോ. അപ്പോൾ തൊട്ട് ഞാൻ ചിന്തിക്കുന്നുണ്ട് ഒന്ന് ബ്ലഡ് ഡൊണേറ്റ് ചെയ്താലോ. ഞാൻ ഇതുവരെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്തില്ല. മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ ഫ്രണ്ട്സിനോട് ഞാൻ സജഷൻ ചോദിച്ചു. ഓൾറെഡി എനിക്ക് BP ലോ ആണ്, അപ്പം എനിക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നതിന് പ്രോബ്ലം ഉണ്ടോയെന്ന്. അപ്പം അത് നോർമൽ ആണെന്നുണ്ടെങ്കിൽ നിനക്ക് ഡൊണേറ്റ് ചെയ്യുന്നതിന് പ്രോബ്ലം ഒന്നും ഇല്ല എന്ന് പറഞ്ഞപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഡൊണേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ വന്നിരിക്കുകയാണ്. ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നതിന് മുന്നേ ആദ്യം എന്നോട് 2 ഗ്ലാസ് വെള്ളം കുടിക്കാൻ പറഞ്ഞു. പിന്നെ എൻ്റെ BP ചെക്ക് ചെയ്തു, അപ്പോൾ അത് നോർമലായിരുന്നു. ഇപ്പോൾ കാണുന്നത് നമ്മൾ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് ടെസ്റ്റ് ചെയ്യാണ്. ഇതെൻ്റെ സ്വന്തമായിട്ടുള്ള ഡിസിഷനായിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സമ്മതിക്കില്ല. കാരണം എനിക്ക് ഓൾറെഡി BP ലോ ആയിട്ട് ഞാൻ ഇടയ്ക്ക് തല ഇറങ്ങുന്നുള്ളതുകൊണ്ട് എന്തായാലും സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആരോടും പറഞ്ഞില്ല. എൻ്റെ ഓഫീസിലുള്ള ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനോട് മാത്രം പറഞ്ഞിട്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ വന്നു. ആകെ 10 മിനിറ്റ്സ് എടുത്തുള്ളൂ. 450 ml ബ്ലഡ് അവരെടുത്തു. അപ്പം ആദ്യം എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റയ്ക്കാണ് വന്നത്. അയ്യോ ഡിസിഷൻ തെറ്റായിപ്പോയി, ഇനി എങ്ങാനും തല കറങ്ങി എങ്ങാനും പോയാൽ പറയണ്ട, ഇനി വീട്ടുകാരുടെ അടുത്ത് നിന്ന് എന്തൊക്കെ കേൾക്കും, ഫ്രണ്ട്സിൻ്റെ അടുത്ത് എന്തൊക്കെ കേൾക്കുന്നൊക്കെയുള്ള കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. നീഡിൽ ഈ പാക്കറ്റിൽ നിന്ന് പൊട്ടിച്ചപ്പോൾ തന്നെ എനിക്ക് ആകെ ടെൻഷനാവാൻ തുടങ്ങി. അയ്യോ ഇത്ര വലിയ ഡീഡിലോ അത് പറയില്ല, കണ്ടിട്ട് പേടിയാവുന്നത്. അപ്പോഴാണ് ഞാൻ പണ്ട് നമ്മൾ 10 വയസ്സിലും 15 വയസ്സിലും TT അടിക്കുന്ന ഒരിതുണ്ടല്ലോ, എത്രയോ പ്രാവശ്യം ഞാൻ ഡോക്ടറെ പോയിട്ട് ഓടിയിട്ടുണ്ട് സിറിഞ്ച് പേടിച്ചിട്ട്. ഞാനാണോ ഈ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ ഒരു നിമിഷം ആലോചിച്ച് പോയി. നീഡിലൊന്ന് പിയേഴ്സ് ചെയ്തപ്പോൾ ഇച്ചിരി വേദന ഉണ്ടായിരുന്നു എന്നല്ലാണ്ട് പിന്നെ വേദനയൊന്നുമില്ലായിരുന്നു. പിന്നെ അവരിങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടിരിക്കാൻ പറഞ്ഞു. അവർ കൈമിൽ തന്നിട്ടുള്ള ആ പൗച്ച് ഒരു 5 മിനിറ്റ്സ് കൊണ്ട് ബ്ലഡ് കളക്റ്റായി. വീട്ടിൽ പറഞ്ഞ ടൈമിൽ ഇത് അവർക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല എന്നതാണ് ഏറ്റവും വലിയ സത്യം. ഞാനോ വെറുതെ പറ്റിക്കുകയല്ലേ എന്നൊക്കെയായിരുന്നു പറഞ്ഞത്. അവിടെയുള്ള ഡോക്ടേഴ്സും സ്റ്റാഫൊക്കെ നല്ല സപ്പോർട്ടീവായിരുന്നു. എന്നോട് എന്തെങ്കിലും പ്രോബ്ലം ആയിട്ട് തോന്നുന്നുണ്ടോ, ഷിവറിങ്ങോ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ പറയണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അവരുടെ ബിഹേവിയറൊക്കെ കണ്ടപ്പം തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കുള്ള ടെൻഷനൊക്കെ പോയി കേട്ടോ. അവർ പിന്നെ എനിക്ക് കാണിച്ചു തന്നു. ഇതാണ് കേട്ടോ നമ്മൾ എടുത്ത ബ്ലഡ് എന്നൊക്കെ പറഞ്ഞത്. 450 ml ബ്ലഡ് ഇതാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് കാണിച്ചു തന്നു. അതിനുശേഷം ഒരു 5 മിനിറ്റ്സ് അവിടെ തന്നെ കിടക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്നോട് റിഫ്രഷ്മെൻറ്റിന് പൊക്കോളാൻ പറഞ്ഞു. റിഫ്രഷ്മെൻറ്റിന് നെക്സ്റ്റ് റൂമിലായിരുന്നു പോകാൻ പറഞ്ഞത്. അപ്പോൾ ഇതുവരെ നടന്നു വന്നപ്പോൾ എന്തെങ്കിലും പ്രോബ്ലം ഫീൽ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ അവരെന്നോട് ചോദിച്ചു. റിഫ്രഷ്മെൻറ്റൊക്കെ എടുത്ത് 10 മിനിറ്റ്സ് എന്നോട് അവിടെ റെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അവരൊരു ബ്രോഷറൊക്കെ പ്രൊവൈഡ് ചെയ്തായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ ബ്രോഷറൊക്കെ വായിച്ചു, റെസ്റ്റ് ചെയ്തു. പിന്നെ ബ്ലഡ് ഡൊണേഷൻ്റെ സർട്ടിഫിക്കറ്റ് അവരെനിക്ക് മെയിൽ ചെയ്യുകയാണ് ചെയ്തത്. ഞാൻ ഓൾറെഡി അവരുടെ ഫോം ഫില്ല് ചെയ്ത സമയത്ത് മെയിലായിരുന്നു ഓപ്ഷൻ കൊടുത്തത്, അല്ലെങ്കിൽ അവർ ഡയറക്റ്റ് തന്നേനെ. ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പം തന്നെ മെയിലിലേക്ക് ബ്ലഡ് ഡൊണേഷൻ്റെ സർട്ടിഫിക്കറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതാണ് ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്തത് കാണിക്കുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനിയും പുതിയ വിശേഷങ്ങളായിട്ട് ഞാൻ വീണ്ടും വരും. See you on next video. Till then, bye.